മരിച്ചുപോയ മുത്തശ്ശി ആ സ്വർണത്തിൽ കൈവെക്കരുതെന്ന് പറഞ്ഞിട്ടും ഭർത്താവിന് ബിസിനസ് ചെയ്യാൻ വേണ്ടി അവൾക്ക് കൊണ്ടുപോയി സ്വർണം പണയം വെച്ചു. വേറെ ഒരു സൈഡിൽ ഏതോ ഒരു മരത്തിൽ കാറ്റ് കൊണ്ടുകൊണ്ടിരുന്ന മുത്തശ്ശിയും ഏതോ ഒരുത്തി അവളുടെ നെക്ലേസ് ഇട്ടുകൊണ്ട് പോകുന്നത് കണ്ടു. ദേഷ്യം വന്ന് ലതയുടെ മുടി പിടിച്ച് വലിച്ചു. എത്ര ധൈര്യം ഉണ്ടായിട്ട് എന്റെ സ്വർണം വിറ്റതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു. നിങ്ങളുടെ സ്വർണം ഞാൻ വിറ്റിട്ടില്ല, പണയം വെച്ചതാണ്. ഭർത്താവ് ബിസിനസ് തുടങ്ങാൻ പോവാണ്. ഞാൻ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ സ്വർണം ആ പെട്ടിയിൽ തിരിച്ചു വെക്കുമെന്ന് പറഞ്ഞു. നീ എങ്ങനെ ഒരു മാസത്തിനുള്ളിൽ എന്റെ നെക്ലേസ് തിരിച്ച് അതിൽ കൊണ്ടുവച്ചില്ലെങ്കിൽ ഓഫ് കോഴ്സ് നിന്റെ ഭർത്താവിനെ ഞാൻ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. ഇപ്പൊ അവളുടെ ഹസ്ബൻഡും ബണ്ടിൽ കണക്കിന് സാരി ഹോൾസെയിലായി വാങ്ങിക്കൊണ്ടുവന്ന് സാരി വിൽക്കാൻ തുടങ്ങി. കടക്ക് എന്തു പേര് ഇടുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മുത്തശ്ശിയുടെ സ്വർണം കൊണ്ടല്ല ആ ബിസിനസ് തുടങ്ങിയതെന്ന് പറഞ്ഞ് റോഷ്മോനി എന്ന പേര് ആ കടക്ക് തന്നെ വെച്ചു. കൂടാതെ ആ ഷോപ്പിൽ നല്ല അടിപൊളിയായി കച്ചവടം നടന്നു. മുത്തശ്ശിയോട് പറഞ്ഞ പോലെ തന്നെ ആ സ്വർണം വീണ്ടും തിരിച്ചു വാങ്ങി ആ മുത്തശ്ശി കൊണ്ടുപോയി കാണിച്ചു. നീ മോശമില്ലല്ലോ, നീ പറഞ്ഞത് ചെയ്ത് കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് സന്തോഷമായി. ശരി, കടക്ക് എന്താ പേര് വെച്ചതെന്ന് ചോദിച്ചതും നിങ്ങളുടെ പേരാണ് ഷോപ്പിന് വെച്ചതെന്ന് പറഞ്ഞത് ആ മുത്തശ്ശി കരച്ചിൽ വന്നു. എല്ലാവരും ആ സ്വർണത്തിന് വേണ്ടിയാണ് എന്നെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ടിരുന്നത്. നിന്റെ ഷോപ്പ് പോയി എപ്പോൾ എല്ലാവരും എന്റെ പേര് ഓർത്തു വെക്കുമെന്ന് പറഞ്ഞ് സന്തോഷപ്പെട്ടു. കടയെല്ലാം അടച്ചതിന് ശേഷം ആ മുത്തശ്ശിയും കടയുടെ അകത്തേക്ക് പോയി. അവിടെയുള്ള കളർഫുൾ ആയ സാരികൾ കണ്ട് ജീവിതകാലം ഫുള്ള് വെള്ളസാരി മാത്രം എടുത്തുകൊണ്ടിരുന്ന ഇവരും കളർഫുൾ സാരി എടുത്തു കൊടുത്ത് സന്തോഷത്തിലാണ്. അതിനുശേഷം ലതയും മുത്തശ്ശിയും അമ്മയും മകളെയും പോലെ ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങി. എന്നാൽ ഓഫ് കോഴ്സ് ഒരാൾ രക്ഷപ്പെടുന്നത് കുടുംബക്കാർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അവരുടെ കടയിൽ വലിയ കച്ചവടം നടക്കുന്നത് കണ്ടതും ഇവൾക്ക് എവിടെ നിന്നാ ഇത്രയും വലിയ ബിസിനസ് തുടങ്ങാൻ ക്യാഷ് കിട്ടിയതെന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ ലതയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി അവിടേക്ക് വന്നേ പവർ യൂസ് ചെയ്തു. അവളെ പറ്റി എല്ലാവരും നല്ലത് പറയുന്ന പോലെ ആക്കി മാറ്റി. ആ കച്ചവടം ക്ലച്ച് പിടിച്ച് വലിയ ക്യാഷുകാരായി മാറി.